കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഫോൺ 8075214911. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ദിനങ്ങളിലെ റമദാനിലെ ഒരു നല്ല ദിനവും കൂടി നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. റമദാനിൻ്റെ ഭാഗമായുള്ള ഈ ഒരു സന്ദേശ പ്രഭാഷണത്തിൽ മുസ്ലിം സമൂഹത്തെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാനിവിടെ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. വയനാട്ടിലെ മഹാദുരന്തം നമ്മൾ മറന്നിട്ടില്ല. അതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ താഴെ എഴുതിയൊരു കമൻ്റാണ് ഏറെ ചിന്തിപ്പിക്കുന്ന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഒരു മനുഷ്യനിങ്ങനെ പറയാണ്, എൻ്റെ ഭാര്യ അല്ലാത്ത എല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടു, മക്കളെ പോയി, സമ്പത്ത് പോയി, ജ്യേഷ്ഠാനിയന്മാരെല്ലാവരും പോയി, ഭാര്യ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. താഴെ ഒരു ചങ്ങാതി എഴുതി വെച്ചത്, കമ്പ്യൂട്ടർ മുഴുവൻ ഫോർമാറ്റായിട്ടും നിങ്ങളെ വൈറസ് പോയില്ല അല്ലേ? അഥവാ ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് എന്തോ ഒരു ബാധ്യതയാണെന്നും അതൊരു കെട്ടുകുടുക്കാണെന്നും അതൊരു അസ്വസ്ഥതയാണെന്നും വളരെ ബോധപൂർവം ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമകൾ ആ ആംഗിളിൽ പോകുന്നു. പലപ്പോഴും സെലിബ്രിറ്റികൾ, അവരുടെ ഇൻ്റർവ്യൂകൾ, ഹീറോകൾ, അവരുടെയൊക്കെ അഭിമുഖ സംഭാഷണങ്ങൾ, അതിലൊക്കെ ഈ വിവാഹത്തെ ഏറ്റവും മോശമാക്കിക്കൊണ്ടുള്ള പ്രചാരണം നടക്കുകയാണ്. മറുഭാഗത്ത് മനുഷ്യരുടെ ലൈംഗിക നിർവഹണത്തിന് ആകാശത്ത് പാറി നടക്കുന്ന പറവകളൊന്നും വേളി കഴിക്കാറില്ലെന്നും അതൊക്കെ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടം പോലെ നിർവഹിക്കാമെന്നുമുള്ള ക്യാമ്പയിൻ നമ്മുടെ പുതിയ തലമുറയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും യഥാർത്ഥത്തിലുണ്ട്. മാത്രമല്ല, വിവാഹത്തിലെ വധൂവരന്മാരെ സംബന്ധിച്ച സങ്കല്പങ്ങൾക്ക് ഇവിടുത്തെ സിനിമകളും ഇവിടുത്തെ ഷോർട്സും ഇവിടുത്തെ മനുഷ്യരുടെ തലച്ചോറിൽ ആശയരൂപീകരണം നടത്തുന്ന സംവിധാനങ്ങളുമൊക്കെ വേറെ ഒരു തരം ചിത്രമാണ് കൊടുക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം ഒരു പെൺകുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് അവളുടെ റൂമിൽ കയറി വാതിലടച്ചു. അസ്വസ്ഥയായ അവളുടെ മാതാവ് വാതിലിൽ കുറേ തട്ടി. അവൾ വാതിൽ തുറന്നില്ല. അപ്പോൾ അവളുടെ ഇത്താത്തമാരോടൊക്കെ വരാൻ പറഞ്ഞു. അവർ ഓടിയെത്തി. വിശദമായി അവരോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല, അയാളൊരാണല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, മോളെ അങ്ങനെ ഉണ്ടെങ്കിൽ പോകണ്ട, നിന്നോടൊരിക്കലും നിർബന്ധം പറയില്ല. കുറച്ചുകൂടി ഒരു പക്വമായ സ്റ്റാൻഡ് ആ കുടുംബം എടുത്തു. അപ്പോഴാണ് അവരുടെ മൂത്ത ഇത്താത്ത ഇങ്ങനെ ചിന്തിക്കുന്നത്, ഒരു 3 ദിവസം കൊണ്ടൊക്കെ ആണാണോ അല്ലേ എന്ന് മനസ്സിലാവുമോ? സെക്സ് നിർവഹിക്കപ്പെടണമല്ലോ, സ്വാഭാവികമായ സെക്സ് നിർവഹിക്കുക. അപ്പോൾ ഇവർ വിചാരിച്ചത് ഒരു പെൺകുട്ടിയെ ലൈംഗികമായി സംതൃപ്തിപ്പെടുത്താനുള്ള ശേഷിയില്ലാത്ത ഒരാൾക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തതെന്നാണ്. എന്ന സംഭവം എന്താണ്? ഈ കുട്ടിയോട് വിശദമായി ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അയാൾക്കൊരു കട്ടിമീശല്ല, അയാൾ മുണ്ടും ഷർട്ടുമാണ് എടുക്കുക, അയാൾ ഇന്നേ വരെ ബുള്ളറ്റ് ഓടിച്ചിട്ടില്ല, ബുള്ളറ്റിനെ കുറിച്ചൊന്നും ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ കമ്പനീസ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടി രൂപപ്പെടുത്തുന്ന ചില കാഴ്ചപ്പാടുകളാണ് നമ്മുടെ കുട്ടികളുടെ പുതിയ കാലത്ത് വിവാഹ സങ്കല്പത്തിലെ വധുവും വരനുമൊക്കെ. തൻ്റെ വധുവിന് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായ ഭാഷയിൽ അവളെ ആക്ഷേപിച്ചപ്പോൾ അവർ ഒരു മുഴം കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച വാർത്ത മലയാളികൾ ഒരു ദിനം മുഴുവൻ കൊണ്ടാടിയതാണ്. ഞാൻ അങ്ങനെയാണ് പറയാം, ബ്രേക്കിംഗ് ന്യൂസായി വന്നതാണ്. എന്താ കാര്യം? സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ മാറിയപ്പോൾ 10,000 കൊടുത്ത് മുഖത്തും ശരീരത്തിലുമൊക്കെ ചായങ്ങൾ തേച്ച് വിവാഹത്തിന് കാണാൻ വരുന്ന ദിവസവും വിവാഹത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്ന ദിവസവും ഒക്കെ പെൺകുട്ടികളെ അണിയിച്ചൊരുക്കുന്നൊരു പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും കൊറിയൻ ഡ്രാമകളും കൊറിയൻ ഫിലിമുകളും അവിടെയുള്ള അവിടെ നിന്ന് വരുന്ന BTS പോലെയുള്ള ഡാൻസ് ഗ്രൂപ്പുകളുടെ വേഷവിധാനങ്ങളും അവരുടെ ഒരു പുള്ളി പോലുമില്ലാത്ത മുഖവുമൊക്കെ സ്വന്തം ഭർത്താവായി വരേണ്ടവരുടെ മുഖമായി കാണുന്നിടത്ത് പെൺകുട്ടികൾക്ക് പലപ്പോഴും ഒരു ഇണയെ സംതൃപ്തപൂർവ്വം സ്വീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ട്. യഥാർത്ഥത്തിൽ വിവാഹത്തിലൂടെ നിർവഹിക്കപ്പെടേണ്ടത് എന്താണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്നത് കേവല ലൈംഗികതയുടെ ഒരു സംവിധാനമല്ല, മറിച്ച് മതത്തിലെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ തന്നെ
മതപരമായ ബാധ്യത പൂർണ്ണമായി നിർവഹിക്കപ്പെടണമെങ്കിൽ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, എന്തുകൊണ്ട് കല്യാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് മതപരമായ ബാധ്യതയാണെന്ന് മാത്രമല്ല, ആ വ്യക്തിക്ക് യഥാർത്ഥ സുരക്ഷിതത്വം കൊടുക്കുന്നതും അതുതന്നെയാണ്. നമുക്ക് ജോലിക്ക് പോകാവുന്ന, ഓടിപ്പാഞ്ഞ് നടക്കാവുന്ന പ്രായത്തിലൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളുടെയും ഈ പറയുന്ന സിനിമകളുടെയും ഒക്കെ ഒരു തീം ഉൾക്കൊണ്ട് ഞാൻ സ്വതന്ത്രമായി ജീവിച്ചു കൊള്ളാം, എൻ്റെ സെക്സ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നിർവഹിച്ചു കൊള്ളാമെന്നൊക്കെ വലിയ വായിൽ പറയാമെങ്കിലും കാർക്കിച്ചു തുപ്പുന്ന കഫത്തിൽ ബ്ലഡിൻ്റെ കണ്ടന്റ് കണ്ടു തുടങ്ങുന്ന ഒരു സമയമെത്തുമ്പോൾ, അങ്ങനെ പതിയെ വാർദ്ധക്യത്തിൻ്റെയും വേദനകളുടെയും നൊമ്പരങ്ങളുടെയും ഒരു ജീവിത പ്രതലത്തിലേക്ക് ജീവിതം പറിച്ചു നടപ്പെടുമ്പോൾ, ബെഡ് സ്വിച്ചിൻ്റെ അരികത്തേക്ക് പോലും കൈ നീട്ടാൻ കഴിയാത്തൊരു ഘട്ടം വരുമ്പോൾ, അവിടെ ആണിന് പെൺതുണയും പെണ്ണിന് ആൺതുണയും ആവശ്യമുണ്ട്. ജീവിതം അങ്ങനെയാണ്. പലപ്പോഴും പ്രൊഫൈൽ പിക്ചറുകളിലൂടെ പരിചയപ്പെട്ടവരും രാത്രിയിലെ ചാറ്റിങ്ങുകളിലൂടെ, അങ്ങനെ നീണ്ട ചാറ്റിങ്ങുകളിലൂടെ ഒരു ഡോപ്പമിക് സിറ്റുവേഷൻ, ഒരാണും ഒരു പെണ്ണും തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിൻ്റെ കാരണമായ ഹോർമോണാണ് ഡോപ്പമിൻ. അത്തരം സാഹചര്യങ്ങളിലൂടെ എത്തിപ്പെട്ട ബന്ധങ്ങൾ അതിന് ഭയങ്കര മധുരമായിരിക്കും ആദ്യം. പിന്നെ ഒരു ബലൂണിലൊരു സൂചി തറച്ചാലുള്ളതുപോലെ അത് അങ്ങോട്ട് ചുങ്ങിപ്പോകും. പിന്നെ ഡിപ്രഷൻ്റെ കാലമാണ്. പിന്നെ എന്താണ്, അത് 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 അതിൽ നിന്ന് ബ്രേക്കാകണ കാലമാണ്. പിന്നെ പലപ്പോഴും ആത്മഹത്യയുടെയോ അല്ലെങ്കിൽ ലഹരിയുടെയോ ഒക്കെ കാലമാണ്. ഞാൻ പറയുന്നതൊന്നുമല്ല ജീവിതം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു, തീർച്ചയായും വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും പ്രണയവും കാരുണ്യവുമൊക്കെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ശ്വാസവായു പോലെ, പാനജലം പോലെ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നതാണ് അവൻ്റെ ഹൃദയത്തിലേക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്നത്. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് പ്രണയിക്കേണ്ടത്. ഇസ്ലാം അങ്ങനെയാണ് പറയുന്നത്, വിവാഹത്തിന് മുമ്പല്ല. അപ്പം അവിടെ ഈ പറയുന്ന സ്നേഹം കിട്ടാൻ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്താണ്, നമ്മുടെ കാഴ്ചപ്പാടുകളിലെ വരനും വധുവും ആരാകണം. നിറവും നീളവും ഭംഗിയുമൊക്കെ പരിഗണിക്കപ്പെടണതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആത്യന്തികമായ കാര്യം അതായിക്കൂടാ. കാരണം നിറവും വർണ്ണവും നീളവും വണ്ണവും രൂപവും മിനുക്കവുമൊക്കെ പ്രായം മാറുമ്പോൾ അതിനൊക്കെ പല വ്യത്യാസങ്ങളും വരും. അതിൻ്റെ അപ്പുറത്ത് രണ്ടുപേരുടെയും നിലപാടുകളും കാഴ്ചപ്പാടുകളും ആശയങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിലെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഉപ്പയും ഉമ്മയും നേരത്തെ പോയി കാണുക, എന്നിട്ട് അവന് ദുബായിൽ നിന്ന് പാഞ്ഞു വരിക, എന്നിട്ട് വേഗം പോയിട്ട് കാണുക, അടുത്ത ദിവസം നിക്കാഹ് നടത്തുക, എന്നിട്ട് നേരെ വിവാഹത്തിലേക്ക് പോവുക. ഇതല്ല. അതല്ലെങ്കിൽ നീണ്ട കാലം അവർ രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ച് ജീവിച്ച് പിന്നെ ഒരു പേപ്പറിൽ ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്ത് പോകുക എന്നുള്ളതുമല്ല. രണ്ടു പക്ഷത്തെയും കുടുംബങ്ങളൊക്കെ പരസ്പരം ഇരുന്ന് സംസാരിച്ച് വ്യക്തത വരുത്തി, ക്ലാരിറ്റി വരുത്തി ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പൂർണ്ണമായ സംതൃപ്തി പരലോകത്തെ ലഭിക്കും എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരാശയം. വലക്കും ഫിഹാമ തസ്തഹി അംഫുസുക്കും വലക്കും ഫിഹാമ തദ്ദഊൻ. ഖുർആന്റെ സൂറത്ത് ഫുസ്സിലത്തിലെ 31-ാമത്തെ വചനമാണ്. പൂർണ്ണമായ സംതൃപ്തി ലഭിക്കുന്ന ലോകം സ്വർഗമാണ്. ഏത് വ്യക്തിക്കും ഏത് ദാമ്പത്യത്തിനും ചില കുറവുകളും ചില പരിമിതികളും ചില പോരായ്മകളും ഒക്കെ ഉണ്ട്. ആ പരിമിതികളും പോരായ്മകളും കുറവുകളുമൊക്കെ ഇസ്ലാം എന്താണ് പറയുന്നത്? ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ഉഖ്റ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ അവളിൽ ഒരു കുറവ് കണ്ടാൽ നീ മനസ്സിലാക്കണം, അവളിൽ കുറേ യോഗ്യതകൾ വേറെയുണ്ട്. കുറവുകളില്ലാത്തത് ആർക്കാണ്? എന്നാൽ ഒരിക്കലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കുറവുകളുണ്ട്. എന്താണ്? ഇണകൾ എന്ന നിലക്ക് അവരുടെ സെക്സിൻ്റെ പൂർണ്ണത അവർക്ക് ലഭിക്കുന്നില്ല. അയാൾക്ക് ആ ശേഷിയില്ല, അല്ലെങ്കിൽ അവൾക്ക് അതിനുള്ള ശേഷിയില്ല. അത് കോംപ്രമൈസ് ചെയ്യാതെ കൈകാര്യം ചെയ്യപ്പെടേണ്ട മേഖലയാണ്. തൻ്റെ ഇണ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി, അല്ല, ഈ ക്രൂരമായ പീഡനങ്ങളാണ്. ഇതിനൊന്നും തലവെച്ചു കൊടുത്ത് അവസാനം ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. അതിൽ നിന്ന് മനോഹരമായ എക്സിറ്റ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ത്വലാഖിൻ്റെ ഇത്രയും മനോഹരമായ വഴി ഇസ്ലാമിനെ പോലെ വേറെ ആരാണ് നിർവചിച്ചിട്ടുള്ളത്? ഇന്ത്യൻ പാർലമെൻറ്റിൽ മുത്തലാഖുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. ബംഗാളിൽ നിന്നുള്ള ഒരു MP വിശുദ്ധ ഖുർആൻ ത്വലാഖുമായി ബന്ധപ്പെട്ട് പറയുന്ന
തത്വങ്ങൾ ഇങ്ങനെ 1 by 1 ഉദ്ധരിച്ചതിൻ്റെ ശേഷം ഇന്ത്യൻ പീനൽ കോഡിലെ വിവാഹ മോചന നിയമത്തിനു പകരം ഇതെടുത്തു വെക്കാവുന്നത്ര മനോഹരമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച് ഞാൻ ഓർക്കണം, മേഖലയിലേക്ക് പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ചില കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാകും. ആ കുറവുകളും പോരായ്മകളും നമുക്ക് തീർച്ചയായും സ്വർഗത്തിലേക്ക് നീക്കി വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അദ്ന മഖഅദി അഹദികും മിനൽ ജന്നത്തി അൻ യഖൂല ലഹു തമന്ന ഫയതമന്ന. ഒരാൾ സ്വർഗത്തിൽ ഏറ്റവും പരിമിതമായ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു ഇരിപ്പിടം കിട്ടിയ വ്യക്തിയോട് പോലും ആ ഇരിപ്പിടം പറയും, എന്താണ്, നീ ആഗ്രഹിച്ചോളൂ എന്ന് പറയും. അയാൾ ആഗ്രഹിക്കും. ഹൽ തമന്നൈത, നീ ആഗ്രഹിച്ചോ എന്ന് ചോദിക്കും. അതേന്ന് പറയും. ഫഇന്ന ലക മാ തമന്നൈത വമിസ്ലഹു മഅഹു, നീ ആഗ്രഹിച്ചതും അതുപോലെ അതേ കാറ്റഗറിയിൽപ്പെട്ടതൊക്കെ നിനക്കുണ്ട്. അപ്പോൾ ആ ഒരു ലോകം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതോടുകൂടെ മനസ്സ് സ്വസ്ഥമാണ്, മനസ്സ് ശാന്തമാണ്. അങ്ങനെ ഒരു ലോകം ഉണ്ട് എന്നതിൽ നമ്മൾ ശങ്കിക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. ഖുർആൻ പറഞ്ഞു, അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദ അലം യകുനു തുഫതൻ മിൻ മനിയ്യിൻ യുംന ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على يحيي الموتى. വളരെ ഷാർപ്പാണ് ഈ ക്വസ്റ്റ്യൻ. എല്ലാ മനുഷ്യരോടുമാണ്, ഇത് മുസ്ലിങ്ങളോട് മാത്രമല്ല. നോക്ക് നിങ്ങൾ, എന്താ ഖുർആന്റെ ചോദ്യം? നിങ്ങൾ കേവലം ബീജബിന്ദുവായിരുന്നു. അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന 20 മുതൽ 40 കോടി വരെയുള്ള ബീജഗണങ്ങൾ, അതിലൊന്ന് വേഗതയിൽ ഓടി എത്തി മാതാവിൻ്റെ അണ്ഡവുമായി കൂടിച്ചേരുന്ന ഒന്ന്, അത് രൂപം പ്രാപിച്ചതാണ് ഒരു മനുഷ്യൻ. അണ്ഡവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി യാത്ര നടത്തി ഗർഭപാത്രത്തിൽ അതിൻ്റെ നിശ്ചിത കാലയളവ് 3 ഇരുട്ടറകളെ അതിജീവിച്ച് അത് ഭൂമിയിലേക്ക് ജനിച്ചു വീണു. അതിൽ 150 ലിറ്റർ ബ്ലഡ് ക്ലീനാക്കാവുന്ന കിഡ്നി കൊടുത്തിട്ടുണ്ട്. ആ റബ്ബിന് നിങ്ങളെ പുനർജീവിപ്പിക്കാൻ കഴിയില്ലേ? തലച്ചോറിൽ 590 കിലോമീറ്റർ ദേശീയപാതയിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെന്നൈ മുതൽ കോഴിക്കോട് വരെ നീട്ടിയിടാൻ മാത്രം നീളമുള്ള രക്തക്കുഴലുകൾ കൊടുത്തിട്ടുണ്ട്. ആ ദൈവത്തിന് നിങ്ങളെ പുനഃസൃഷ്ടിക്കാൻ സാധ്യമല്ലേ? നിങ്ങളുടെ 1,00,000 തവണ മിടിക്കുന്ന ഹൃദയം തന്നിട്ടുണ്ട്. ആ ദൈവത്തിന് നിങ്ങളെ പുനഃസൃഷ്ടിക്കാൻ സാധ്യമല്ലേ എന്നാണ്. അത് വലിയൊരു ആശ്വാസമാണ്. എല്ലാ അർത്ഥത്തിലും വ്യക്തികൾക്ക് അതൊരു വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തത്വത്തിൽ നിന്ന് മുന്നോട്ട് പോകുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, രണ്ടാളും തമ്മിലുള്ള പെരുമാറ്റം പരസ്പരം നന്നാക്കുക എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞു, വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്, സ്ത്രീകളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ നല്ല മാതൃകയാണ്. പ്രവാചക തിരുമേനിയുടെ വീട്ടിൽ അതിഥികൾ വന്നൊരു ദിവസം ആയിഷ ബീവി ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങുന്നേ ഉള്ളൂ. അയൽപ്പക്കത്തെ പ്രവാചക തിരുമേനിയുടെ മറ്റൊരു കുടുംബ വീട്ടിൽ നിന്ന് ഭക്ഷണവുമായി ഒരു വീട്ടിലെ പരിചാരകൻ വന്നു. അപ്പോൾ അത് ആയിഷ ബീവിക്ക് ദേഷ്യം പിടിച്ചു. ഇവിടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പിന്നെ അപ്പുറത്തുനിന്ന് കൊണ്ടുവരണോ എന്നുള്ള നിലക്ക് അവർ തട്ടിത്തെറിപ്പിച്ചു. ഇത് പ്രവാചകൻ പറഞ്ഞിട്ടല്ല ലോകം അറിഞ്ഞത്, അല്ലേ? അത് അവിടുത്തെ ആ ശബ്ദകോലാഹലങ്ങൾ അവിടുത്തെ ആളുകൾ ശ്രദ്ധിച്ചു. അപ്പോൾ എന്താ പ്രവാചകൻ്റെ മറുപടി? അപ്പോൾ നിങ്ങളുടെ ഉമ്മ കോപിഷ്ഠയായിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നൊരു പാത്രം അത് എടുത്ത് ഈ ഖാദിമിൻ്റെ, ഈ സെർവൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തു. ആ പൊട്ടിക്കിടന്ന പാത്രങ്ങൾ പൊറുക്കിയിട്ട് അത് പുറത്തേക്ക് ഇടുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, എന്തു മനോഹരമാണ് ആ ഇടപെടൽ. ആയിഷ ബീവി കടിച്ച ആ മാംസത്തിൻ്റെ കഷ്ണെടുത്ത് പ്രവാചകൻ കടിക്കുന്നു. ഏറ്റവും വലിയ റൊമാൻസ്, ഭാര്യമാരുടെ കൂടെയുള്ള തൻ്റെ ഇടപെടലുകളിൽ ഏറ്റവും മനോഹരമായ രംഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിക്ക് ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാനമുണ്ട്. നിനക്ക് ആരിൽ നിന്നെങ്കിലും മോശകരമായ അനുഭവങ്ങൾ ഉണ്ടായാൽ നീ അവർക്ക് 70 ന്യായങ്ങൾ ചിന്തിക്കണം. അവൾ എന്നോട് അങ്ങനെ പറയാനുള്ള കാരണം ഇതായിരിക്കും. അപ്പോൾ നമ്മളെ പിശാച് ചിന്തിപ്പിക്കും, അതെന്ത് ന്യായ, അപ്പോൾ അത് പൊളിയും. പിന്നെ അടുത്ത ന്യായം ചിന്തിപ്പിക്കും, അടുത്തത് പൊളിയും. അങ്ങനെ 70 ന്യായങ്ങൾ നീ കണ്ടെത്തിയാൽ ആ 70 ന്യായങ്ങളും പൊളിഞ്ഞു പോയാലും നീ വിചാരിക്കണം, ലഅല്ലി ലഅരിഫുഹു, അവൾക്ക് എന്തോ അങ്ങനെ പറയാൻ എൻ്റെ അടുത്ത് പറയാനൊരു കാരണമുണ്ട്, അതെനിക്കറിയാഞ്ഞിട്ടാണ് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുക എന്നതാണ്. ഒരു കഥയുണ്ട്. വളരെ മാതൃകാ ദമ്പതികളായ 2 ആളുകൾ, അവരുടെ അടുത്ത് 2 പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ ചെല്ലുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര മാതൃകാ ദമ്പതികളായതെന്ന് ചോദിച്ചപ്പോൾ അവർ 2 പെട്ടി കാണിച്ചു കൊടുത്തു. ഒരു പെട്ടിയിൽ കടലാസിൻ്റെ പാവയും
വേറൊരു പെട്ടിയിൽ പഞ്ഞി കൊണ്ടുണ്ടാക്കിയ പാവയുമുണ്ട്. മൂപ്പർക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ മിണ്ടാതെ പഞ്ഞി കൊണ്ട് പാവയുണ്ടാക്കിയിരിക്കും. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം മിണ്ടാതെ കടലാസ് കൊണ്ട് പാവയുണ്ടാക്കും. അത്രയേ ഉള്ളൂ. രണ്ടാലൊരു ഭാഗത്തുള്ള ആളുകൾ മൗനം പാലിച്ചാൽ മതി. വീട്ടിലെ പല ആവശ്യങ്ങളായിരിക്കും പലപ്പോഴും തർക്കത്തിൻ്റെ കാരണം. സ്ഥിരമായി പരസ്പരം കലഹിക്കുന്നത് സ്ഥിരം ഒരു പോയിന്റിലായിരിക്കും. എന്താണ്? വീട്ടിലേക്ക് വേണ്ട എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളായിരിക്കും. ഞാൻ സാധാരണ പറയാറുണ്ട്, ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഫാൻ ഇങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കി ടക്ക് 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 എന്ന് പറഞ്ഞങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, ഈ ഫാനായിരിക്കില്ല ഈ വീട്ടിലെ അടിയെന്ന്. ഉടനെ അവിടുത്തെ ഇത്താത്ത വന്ന് എൻ്റെ അടുത്ത് പറയാം, ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ വിചാരിച്ചതാണിത്. അപ്പോൾ ഈ മനുഷ്യൻ ആ നാട്ടിലെ എല്ലാവരുടെയും വീട്ടിലെ ഫാനും ഇലക്ട്രിസിറ്റി ഒക്കെ ക്ലിയർ ചെയ്യുന്ന ആളാണ്, ഇലക്ട്രീഷ്യനാണ് ആൾ. പക്ഷേ ഈ കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും കൊണ്ടും കൊടുത്തുമൊക്കെ പോകുമ്പോൾ വലിയ ആശ്വാസം ഉണ്ടാകും. പിന്നെ എല്ലാ ബഹളങ്ങളും അവസാനിക്കപ്പോഴാണെന്നറിയോ? എപ്പോഴാണ് അവസാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം ബഹളം ഉണ്ടാക്കാതെ ഒരു ആംബുലൻസ് വീട്ടുമുറ്റത്ത് വന്ന് നിർത്തും. അതിൽ നിന്നൊരു ഫ്രീസർ പുറത്തിറക്കും. ആ പുറത്തിറക്കിയ ഫ്രീസർ അത് തുറന്നു നോക്കുമ്പോൾ തണുത്തുറഞ്ഞൊരു ശരീരമുണ്ടാകും. അതിൽ ആ നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് ആൾക്കൂട്ടത്തിലേക്ക് അവളിങ്ങനെ ആരുടെയൊക്കെയോ തോളിലിങ്ങനെ തൂങ്ങിപ്പോകുമ്പോൾ വിധവയെന്ന് ലോകം വിളിക്കുമ്പോൾ അങ്ങനെ ആ ഇരുത്തത്തിൽ അപ്പുറത്ത് പുതച്ച് കിടത്തിയിരിക്കുന്ന ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ശരീരത്തിൻ്റെ അരികിലിങ്ങനെ ഇരിക്കുമ്പോൾ മുന്നിലൊരു സ്ക്രീൻ ഇങ്ങനെ തെളിയും. മനസ്സ് സൃഷ്ടിക്കുന്ന സ്ക്രീനിൽ പരസ്പരം കലഹിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും ആർത്ത് വിളിച്ചതും അതൊക്കെ ഇങ്ങനെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അവിടെയെല്ലാം തകർന്നു വീഴും. ആ ഒരു നേരം വരെ നമ്മൾ കാര്യങ്ങൾ നീട്ടരുത്. പരസ്പരം പറയാനും സംസാരിക്കാനൊക്കെ പറ്റണം. പ്രായം കൂടുമ്പോൾ, ഡയബറ്റിക് ആകുമ്പോൾ, മറവി രോഗം വന്നു തുടങ്ങുമ്പോൾ, സാമ്പത്തിക ഭാരങ്ങൾ വരുമ്പോൾ, അല്ലേ, ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ വാരിയലിലേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തി ചുടുചുംബനങ്ങൾ കൊടുത്ത് കൂടെ നിർത്തി കൂടെ കൊണ്ടുപോകാൻ, അങ്ങനെ അങ്ങോട്ട് അവസാനിക്കുമ്പോൾ, രണ്ടിലാദ്യത്തെ ആൾ അവസാനിക്കുമ്പോൾ നിറമിഴികളോടെ യാത്ര പറയാൻ അകലെ ആടിയുലയുന്ന മയ്യത്ത് കട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴും കുറ്റബോധങ്ങളില്ലാതെ ജീവിതത്തിലേക്ക് പതിയെ നടന്നു കയറാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കണം, സ്വയം തിരുത്തണം. അതിന് റമദാനിലെ ഈ ദിനങ്ങൾ ഉപകരിക്കട്ടെ. പരസ്പരം പിണങ്ങിയിട്ട് നോമ്പെടുത്തിട്ട് കാര്യമൊന്നുമില്ല. അത് ഭാര്യയോട് മാത്രമല്ല, ആരോടും പിണക്കങ്ങളൊക്കെ തീർക്കുക. അപ്പോഴേ നമ്മുടെ നന്മകൾ അള്ളാഹുലേക്ക് ഉയരുകയുള്ളൂ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകട്ടെ. പൂക്കൾ വിടരുന്ന, പൂമ്പാറ്റകൾ പറക്കുന്ന നല്ല ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇപ്പോഴേക്ക് വിടവാങ്ങുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഫോൺ 8075 214 911.